നീ കണ്ട ഞാൻ നോക്കിയില്ല. കാണിച്ചുതരാം. ഫ്ലാഷ് ബാക്ക്. ആര്യൻ ഇവള് പറഞ്ഞല്ലോ പിന്നെ ടാസ്ക് ലാസ്റ്റ് ഇവളുടെ വയറ്റിലോട്ട് നോക്കി കയറും. ഈശ്വര ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. ഇതിപ്പോ പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. എനിക്ക് അൺകംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് താഴ്ത്തി. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. അതല്ല ഞാൻ പറയണത്. ഞാൻ ഒരാളുടെ വയറ് നോക്കി എന്തോ കാണിച്ചു എന്നൊക്കെ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വലിയൊരു ഞങ്ങളത് കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നില്ല. ഞാൻ ചെയ്യേണ്ടതിന് വേണ്ടി വെറും നുണയാ. പുളുവടിക്കാൻ ബഹുമിടിക്കുക. ഞാൻ ചെയ്തല്ലേ നിങ്ങൾ കാണുമല്ലോ. ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ഒരു ലെസ്ബിയൻ പെൺകുട്ടിയുടെ വയറ് നോക്കി ഞാൻ പൊട്ടനാ. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ ഈ ഷോയില് കാണിക്കൂ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. ഏതെങ്കിലും ബുദ്ധി അല്ലെങ്കിൽ ബോധമുള്ള ആൾ ഈ ഷോയിൽ ഒരാളുടെ വയറ് നോക്കി അങ്ങനെ ചെയ്യൂ? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ചെയ്യില്ല മസ്താനി. ഇതൊക്കെ ഭയങ്കര നെഗാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവരിങ്ങനെ പോലത്തെ ഒരു ആലിഗേഷൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലാം സഹിച്ച് കഴിയാ. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്, അറിയോ? എന്നെ കുറിച്ചുള്ള മതിപ്പൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇറങ്ങുമ്പോൾ മനസ്സിലായി ഞാൻ ഇറങ്ങുന്ന മെയിൻ കാരണങ്ങളൊക്കെ ഇതൊക്കെയാണ് കാരണങ്ങൾ. നിങ്ങളെല്ലാം ഈ നിമിഷം ഓർത്ത് ദുഃഖിക്കും. എല്ലാം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ ഒരാളെ വയറ് നോക്കി ഒന്ന് കാണിച്ചു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.